മോർണിംഗ് സ്റ്റുഡൻസ്, ഹാപ്പി സ്കൂൾ ബൈ ഐഫറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുറത്ത് നല്ല മഴയല്ലേ? അപ്പോൾ നമുക്ക് ചൂടോടെ നമ്മുടെ ക്ലാസ് തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്കൂളിൽ ക്ലാസ്സുകൾ തുടങ്ങി അല്ലേ? അപ്പം നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത്? യെസ്, ടു ലൈഫ് പ്രോസസ് അഥവാ ജീവൽ പ്രക്രിയകളിലേക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതെ, നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കൂടുതലാക്കി മനസ്സിലാക്കേണ്ട കണ്ടന്റിനെ കുറിച്ച് എന്താ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് എന്ത് ആദ്യം വരുന്നത്. അപ്പൊ നമുക്കതൊന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? മെനി മോളിക്യൂൾസ് ആർ റിക്വയർഡ് ഫോർ സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫങ്ഷൻ. അല്ലേ, ഒരുപാട് മോളിക്യൂൾസ് ആവശ്യമില്ലേ? എന്തിനൊക്കെയാണ് ആവശ്യം? യെസ്, നമ്മുടെ സെൽ സ്ട്രക്ചറിനും അതുപോലെ തന്നെ സെൽ ഫങ്ഷനിങ്ങും എന്താണ് ഒരുപാട് മോളിക്യൂൾസ് എന്താണ് ആവശ്യമുണ്ട് അല്ലേ? അതുപോലെ എന്താണ് ഈ മോളിക്യൂൾസ് എന്തൊക്കെ കോമ്പിനേഷൻസ് ആണ് നോക്കിയാലോ? ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പിന്നെ കാൽഷ്യം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സെല്ലിന്റെ എന്താണ് സ്ട്രക്ചറിനും ഫങ്ഷനും വേണ്ടിയിട്ട് ഒരുപാട് മോളിക്യൂൾസ് എന്താണ് റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണെന്ന് നോക്കിയാലോ? അതെ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാലോ? അടുത്തതാണ് എന്ത് നമ്മളുടെ എന്താ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. ലൈഫിന്റെ എന്താണ് നമ്മുടെ ലൈഫിന്റെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സുകൾ ഏതൊക്കെയാന്ന് നോക്കിയാലോ? അത് മെയിൻ ആയിട്ട് എന്താണ് 4 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാ നോക്കിയാലോ? ഫസ്റ്റ് വൺ ആണ് എന്ത് കാർബോഹൈഡ്രേറ്റ്. ഏതാണ് ഫസ്റ്റ് വൺ? കാർബോഹൈഡ്രേറ്റ്. രണ്ടാമത് വരുന്നതാണ് എന്ത് ലിപ്പിഡ്. ഏതാണ് ലിപ്പിഡ്. മൂന്നാമത് വരുന്നതാണ് എന്ത് പ്രോട്ടീൻ. എന്താണ് പ്രോട്ടീൻ. നാലാമത്തതാണ് എന്ത് ന്യൂക്ലിക് ആസിഡ്. ഏതാണ് ന്യൂക്ലിക് ആസിഡ്. അപ്പൊ നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഏതൊക്കെയാണ്? 4 കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ഇത് മറക്കരുത് കേട്ടോ. ഇനി അടുത്തതാണ് എന്ത്? അപ്പം നമ്മൾ ഇനി എന്താണ് നമ്മൾ എന്ത് പഠിച്ചു? അതെ, നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് ഏതാന്ന് നമുക്കറിയാം. 4 നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ഈ ബയോമോളിക്യൂൾസ് നോക്കിയാലോ? ബയോമോളിക്യൂൾസ് നമ്മുടെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ പഠിച്ച ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയായിരുന്നു? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. ഇതാണ് എന്ത് നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. ബയോമോളിക്യൂൾസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ വലിയ ആരോ എന്ന് വിചാരിക്കും അല്ലേ? പക്ഷെ അങ്ങനെയൊന്നുമില്ല. എന്താണ് നമ്മൾ പഠിച്ച നമ്മുടെ 4 ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് ആണ് എന്ത് നമ്മുടെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയായിരുന്നു? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. സിമ്പിൾ അല്ലേ ബയോമോളിക്യൂൾസ് എന്താന്നുള്ളത്? വലിയ ടഫ് ഒന്നല്ല. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ 4 ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് ആണ് എന്ത് നമ്മുടെ ബയോമോളിക്യൂൾസ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്തിക്കൂടെ? ഓക്കെ, ഇനി അടുത്തതാണ് എന്ത് നമ്മൾ പറഞ്ഞു എന്താണ് ഇത് 4 ആണ് നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് അഥവാ നമ്മുടെ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ഓരോന്നിനെയും നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇതൊക്കെ എന്താണ് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ ഏതൊക്കെ എക്സാമ്പിൾസിനെ? അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഏതൊക്കെയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾസ് വരുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഓക്കെ, അപ്പൊ നമ്മൾ 5 എക്സാമ്പിള് പഠിച്ചു കേട്ടോ. ഓക്കെ, 5 എക്സാമ്പിള് പഠിച്ചു.
ഇനി അടുത്തതാണ് എന്ത്? ലിപ്പിഡ്സ്. ലിപ്പിഡ്സിന്റെ എക്സാമ്പിൾ ഏതാണ്? സിമ്പിൾ, നമ്മുടെ ഫാറ്റ്സും ഓയിൽസും ആണ് എന്ത്? നമ്മുടെ ലിപ്പിഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ പ്രോട്ടീൻ അല്ലെ? നമ്മുടെ പ്രോട്ടീന്റെ എക്സാമ്പിൾസ് ഏതാന്ന് നോക്കിയാലോ. എൻസൈംസ് വരുന്നുണ്ട്, ഹോർമോൺസ് വരുന്നുണ്ട്, ആന്റിബോഡീസ് വരുന്നുണ്ട്. ഏതൊക്കെയാ വരുന്നത്? എൻസൈംസ്, ഹോർമോൺസ്, ആന്റിബോഡീസ്. ഓക്കെ, ഇനി നമ്മുടെ ന്യൂക്ലിക് ആസിഡ് ആണ്. ന്യൂക്ലിക് ആസിഡ് നമ്മൾ എന്താണ്? എയ്ത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാ? സിമ്പിൾ, DNA, RNA. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ ബയോമോളിക്യൂൾസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്. ഇവരുടെ എക്സാമ്പിൾസ് ആണ് എന്ത്? ഈ കൊടുത്തത്. കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾ ഏതാ വരുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഓക്കെ, നമ്മുടെ ലിപ്പിഡ്സിന്റെ എക്സാമ്പിൾ വരുന്നത് ഏതാണ്? ഫാറ്റ്സും ഓയിൽസും. പിന്നെ പ്രോട്ടീൻസിന്റെ എക്സാമ്പിൾ ഏതാ വരുന്നത്? എൻസൈംസ് വരുന്നുണ്ട്, ഹോർമോൺസ് വരുന്നുണ്ട്, ആന്റിബോഡീസ് വരുന്നുണ്ട്. ന്യൂക്ലിക് ആസിഡിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? DNAയും RNAയും. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? നമ്മളുടെ ബയോമോളിക്യൂൾ എന്താന്ന് പഠിച്ചു. അതുപോലെ എന്താ? ഈ ബയോമോളിക്യൂളിന്റെ എക്സാമ്പിൾസും പഠിച്ചു. ക്ലിയർ ആയോ? അപ്പൊ ഇനി അടുത്ത നമുക്ക് എന്താ നോക്കാനുള്ളത്? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്ത്? മെറ്റബോളിസം. എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം എന്താണ്? ഒരുവിധപ്പെട്ട എല്ലാ ബയോളജി ടെക്സ്റ്റിലും നമ്മൾ കാണുന്ന ഒരു വേർഡാണ് എന്ത്? നമ്മുടെ മെറ്റബോളിസം. അപ്പൊ നമുക്ക് എന്ത് ഈ മെറ്റബോളിസം നോക്കിയാലോ. മെറ്റബോളിസം എന്ന് പറയുന്നത് എന്താ? നമ്മളെല്ലാവരും ഫുഡ് അതുപോലെ തന്നെ വാട്ടറും എല്ലാം ഡ്രിങ്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുന്നതിന്റെ പേർപ്പസ് എന്താ? യെസ്, നമുക്ക് എനർജി കിട്ടാനാണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാലോ എന്താ മെറ്റബോളിസം എന്ന് പറഞ്ഞാല്. 3 സിമ്പിൾ ആണ് മെറ്റബോളിസം എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. എന്താണ്? പ്രോസസ് ബൈ വിച്ച് ദ ബോഡി കൺവേർട്ട് ഫുഡ് ആൻഡ് ബ്രിങ് ഇൻ ടു എനർജി അല്ലേ? സിമ്പിൾ, നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ. നമ്മൾ എന്താണ്? നമ്മളുടെ ബോഡി എന്ത് ചെയ്യാണ്? നമ്മൾ കഴിക്കുന്ന ഫുഡും വാട്ടറും എനർജി ആയി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റബോളിസം. നമ്മളെന്താ, എല്ലാവരും നമ്മളോട് ചോദിക്കൂ, നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നേ? എനർജി വെക്കാൻ. പക്ഷെ നമുക്ക് ആർക്കും അറിയില്ലല്ലോ ആ പ്രോസസ്സിന്റെ പേര് മെറ്റബോളിസം ആണെന്ന്. ഇല്ലല്ലോ. അപ്പൊ മെറ്റബോളിസം എന്ന് പറയുന്നത് എന്താ? 3 സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേം അല്ലേ? അതെ, പ്രോസസ് ബൈ വിച്ച് ദ ബോഡി കൺവേർട്ട് ഫുഡ് ആൻഡ് ബ്രിങ് ഇൻ ടു എനർജി. എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ എനർജി ഉണ്ടാകുന്നത്? യെസ്, നമ്മുടെ വൈറ്റൽ ഫങ്ഷൻസ് ആയിട്ടുള്ള ബ്രീത്തിങ്, മൂവ്മെന്റ്സ്, തോട്ട്, ഇതിനെല്ലാം എനാബിൾ ചെയ്യാൻ നമുക്ക് എനർജി വേണം. അപ്പൊ ഈ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡ്സിന്നും ഡ്രിങ്ക്സിന്നും. അപ്പം എന്താണ്? നമ്മുടെ ബോഡി ഇങ്ങനെ ഈ ഫുഡിനെയും ഡ്രിങ്കിനെയും എനർജി ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ? നമ്മുടെ വൈറ്റൽ ഫങ്ഷൻസിന് എനാബിൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റബോളിസം. ഓക്കെ, ഇനി മെറ്റബോളിസം എന്താ നമുക്ക് മനസ്സിലായി. ഇനി ഈ മെറ്റബോളിസം 2 ടൈപ്സ് ഉണ്ട്. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരാളാണ് ആര്? നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ടേംസ് രണ്ടും, പക്ഷെ എന്താ നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അല്ലേ? അപ്പൊ നമ്മുടെ മെറ്റബോളിസം 2 ടൈപ്സ് ഉണ്ട്. ഏതാണ്? ആനബോളിസും കാറ്റബോളിസും. ഏതാണ്? ആനബോളിസും കാറ്റബോളിസും. അപ്പൊ ഈ ആനബോളിസും കാറ്റബോളിസും എന്താണ്? എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതിനൊരു ട്രിക്ക് ഉണ്ട്, നോക്കിയാലോ. ഓക്കെ, ആദ്യം നമുക്ക് ആനബോളിസം നോക്കാം. എന്താണ് ആനബോളിസം? ആനബോളിസത്തിലെ നമുക്ക് തൽക്കാലം ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാക്കങ്ങ് എടുക്കാം. ആന. ആന എന്ന് പറയുന്നത് എന്താ? വലിയൊരു ജീവിയാ അല്ലേ? വലിയൊരു ജീവിയാ. അപ്പൊ എന്താ? നമുക്ക് വലിയൊരു സാധനം കിട്ടണം അല്ലേ? അപ്പൊ നോക്കിയേ, ആനബോളിസം എന്ന് പറയുന്നത് എന്താ? വലിയ സാധനം കിട്ടണം. ആ വലിയ സാധനം കിട്ടണമെങ്കിൽ എന്താ? ഒരുപാട് മോളിക്യൂൾസ് നമുക്ക് കമ്പൈൻ ചെയ്ത് കിട്ടണം അല്ലേ? അപ്പൊ എന്താ ആനബോളിസം എന്ന് പറയുന്നത് എന്താ? മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യുന്നതാണ് എന്ത്? ആനബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് ഇല്ലേ, ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ പ്ലാന്റ്സ് എന്തുണ്ടാക്കുന്നുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് എവിടുന്നാണ്? യെസ്, എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? CO2ഉം H2O അല്ലേ? നമ്മുടെ CO2ഉം H2ഉം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താ?
വലിയൊരു മോളിക്യൂളാണ്. അതെന്താണ്? ആനബോളിസ് ആണല്ലേ? അതെ. അപ്പൊ ആനബോളിസ് എന്ന് പറയുന്നത് എന്താണ്? ആന വലിയൊരു മോളിക്യൂൾ നമുക്ക് കിട്ടണം. അപ്പൊ എന്ത് ചെയ്യണം? വലുത് കിട്ടണമെങ്കിൽ കമ്പൈൻ ചെയ്യണം അല്ലേ? ഈ ഒരു പിക്ചർ നോക്കിയേ. ആനബോളിസ് എന്ന് പറയുന്നത് യെസ്, നമ്മൾ മോളിക്യൂൾസും എനർജിയും കൂടെ കമ്പൈൻ ചെയ്ത് വലിയൊരു മോളിക്യൂൾ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതാണ് എന്ത്? ആനബോളിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആനബോളിസം നമുക്ക് മനസ്സിലായി. നമുക്ക് നോക്കിയാലോ എന്താ കാറ്റബോളിസം എന്ന്. അപ്പൊ ഇതിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയ ഷോർട്ട് കട്ട് വെക്കാം. എന്താ ഇത്? കാറ്റ് അല്ലെ? കാറ്റ് എന്ന് പറയുന്നത് എന്താ? ആനേനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ? ചെറുതാണല്ലേ? അല്ലെ? അപ്പൊ എന്താ? ഇവിടെ നമുക്ക് ചെറിയ സാധനം കിട്ടണം. ചെറിയ സാധനം കിട്ടണമെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യണം അല്ലേ? അതായത് നമ്മുടെ എന്താണ്? നമ്മുടെ കാറ്റബോളിസം എന്ന് പറയുന്നത് എന്താ? മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് എന്താ? നോക്കിയേ, ഇവിടെ വലിയൊരു മോളിക്യൂൾ ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? യെസ്, രണ്ടായിട്ട് മാറുകയാണ്. അപ്പം നമ്മുടെ കാറ്റബോളിസം എന്ന് പറയുന്നത് എന്താണ്? യെസ്, അത് ബ്രേക്ക് ഡൗൺ പ്രോസസ് ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്? പ്രോട്ടീൻ എന്താവാണ്? അമിനോ ആസിഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് എന്ത്? എൻസൈംസും അതുപോലെ തന്നെ ഹോർമോൺസും. ഓക്കെ, ഈ എൻസൈംസും ഹോർമോൺസും എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്ത്? നമ്മുടെ എൻസൈംസ് ആൻഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലാദ്യം നമുക്ക് എൻസൈംസ് എന്താ നോക്കിയാലോ. എൻസൈംസ് എന്ന് പറയുന്നത് എന്താ? യെസ്, നമ്മുടെ കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്ത്? എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ എൻസൈംസ്, എല്ലാ എൻസൈംസ് ഇല്ല, മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ ആണ്. എന്താണ്? പ്രോട്ടീൻ ആണ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എൻസൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി ഈ എൻസൈമിന് ഒരു എക്സാമ്പിൾ നോക്കിയാലോ. നമ്മുടെ സലൈവയിൽ കാണുന്ന സലൈവറി അമിലേസ്, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള പെപ്സിൻ. ഓക്കെ, ഇനി നമ്മുടെ എൻസൈംസ് എന്താ നോക്കി. ഇനി അടുത്തത് ഹോർമോൺ എന്താണ്? ഹോർമോൺ എന്ന് പറയുന്നത് എന്താ? ഒരു കെമിക്കൽ മോളിക്യൂൾ ആണ്. എന്താണ്? ഒരു കെമിക്കൽ മോളിക്യൂൾ ആണ്. അത് എന്ത് റെഗുലേറ്റ് ചെയ്യും? നമ്മളുടെ ബയോളജിക്കൽ പ്രോസസ്സിനെ റെഗുലേറ്റും ചെയ്യും, അതുപോലെ തന്നെ കോർഡിനേറ്റും ചെയ്യും. എന്താണ്? നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുന്നത് ഒരു എന്താണ്? കെമിക്കൽ മോളിക്യൂൾ ആണ്. അത് എന്ത് ചെയ്യും? നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യും, കോർഡിനേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ആരാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഇതിന് എക്സാമ്പിൾസ് ആണ് എന്ത്? നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. നമ്മുടെ സെക്സ് ഓർഗൻസിന്റെ ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ആണ് എന്തൊക്കെ? ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം നമ്മൾ ഇന്ന് എന്താണ്? കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ ബയോമോളിക്യൂൾസ് എന്താന്ന് പഠിച്ചു, മെറ്റബോളിസം എന്താ പഠിച്ചു, അതിലെ 2 ടൈപ്സ് പഠിച്ചു, പിന്നെ എൻസൈംസ് എന്താന്ന് പഠിച്ചു, ഹോർമോൺസ് എന്താന്ന് പഠിച്ചു. അപ്പൊ നമുക്ക് എന്താണ് ഇപ്പം ഈ ഒരു ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുന്നേയുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടി അല്ലേ? ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.